ചേച്ചിയുടെ കല്യാണത്തിന് വീട്ടിൽ പോകാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് ഞാൻ. എറണാകുളത്ത് ഈ വൃത്തിയുടെ ട്രാഫിക് കാരണം ട്രെയിൻ എടുത്തൊരു മിനിറ്റ് കഴിഞ്ഞെന്ന് എത്തിയേ ഉള്ളൂ. ടിക്കറ്റ് എടുക്കണോ വേണ്ടയോ എന്ന കൺഫ്യൂഷന് ശേഷം ടിക്കറ്റ് എടുക്കാതെ ഒറ്റ ഓട്ടങ്ങ് വെച്ചു കൊടുത്തു. എന്തോ ദൈവഭാഗ്യത്തിന് ട്രെയിന് കിട്ടിയില്ല. ഞാൻ 4th പ്ലാറ്റ്ഫോം സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് 2 സംഭവങ്ങളായിരുന്നു. ഒന്ന് ട്രെയിന്, 2 ട്രെയിനിന് പുറകിൽ കരഞ്ഞുകൊണ്ട് ഓടുന്ന പെൺകുട്ടി. ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിൽ ഓടിക്കയറാൻ നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് നല്ലൊരു ഇടി പാഴ്സലായിട്ട് അങ്ങ് കിട്ടി. ഞാൻ നേരെ പുറകിലേക്കും ബാഗ് നേരെ പോസ്റ്റിൽ കുരുങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ വായിൽ വന്ന് പച്ചത്തെറിയും. നേരെ നോക്കിയപ്പോൾ ദയനീയമായ നോട്ടമായി എന്നെയും ട്രെയിനെയും മാറി മാറി നോക്കി നിൽക്കുന്ന ഒരു പെണ്ണിനെയും. ആ പെൺകുട്ടി എൻ്റെ ട്രെയിന് പോയി. ആദ്യ സംസാരത്തിലൂടെ അവൾ തൃശ്ശൂർക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ അവിടുന്ന് കുറച്ചാളുകൾ കേട്ടു എന്ന് തോന്നുന്നു. അവരെല്ലാം എന്നെ സസൂക്ഷ്മം നോക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഒരു ബെഞ്ചിൽ ചെന്ന് കുനിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. കാരണം നാട്ടുകാരെല്ലാം എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ അവളോടൊരു സോറി പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ കരയുകയാണെന്ന്. ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ കരച്ചിൽ തുടർന്നു. ഇതിനിടയിലും ചില ആളുകൾ ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആ ട്രെയിനിലാണെന്ന് പറഞ്ഞു. അയ്യോ, താനെന്താ അവരുടെ കൂടെ കയറാഞ്ഞത്? ഞാൻ മാഗസിൻ വാങ്ങി ഇറങ്ങിയതാ. ആ ട്രെയിന് കുറേ നേരം ഇവിടെ നിർത്തിയിട്ടപ്പോൾ അമ്മ പറഞ്ഞതാ ഏതെങ്കിലും പുസ്തകം വാങ്ങാൻ. എന്തായാലും പോയത് പോയി. തൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അമ്മയെ വിളിച്ചു പറ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ. എൻ്റെ ഫോൺ അമ്മയുടെ കയ്യിലാണ്. അല്ലെങ്കിലും ആവശ്യമുള്ള സമയത്തൊന്നും കാണില്ലല്ലോ. അവളെന്നെ ഒന്ന് തറപ്പിച്ച് നോക്കി. ഞാനപ്പോൾ ഒന്നും നോക്കാൻ എൻ്റെ മൊബൈൽ എടുത്ത് കൊടുത്തു. മൊബൈൽ കൊടുത്തു കഴിഞ്ഞാണ് ഓർമ്മ വന്നു. മൊബൈലിൽ പൈസയിൽ നിന്ന് സിം 1 2 അവൾ നമ്പർ കുത്താൻ തുടങ്ങി. തൻ്റെ നമ്പറിലോട്ട് വിളിക്കണ്ട, ചിലപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയാലോ. അയ്യട മോനെ, എന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യും. നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയല്ലേ. പിന്നെ അല്ലാതെ എന്തോന്നാ ഇത്? ഫോണിൽ പൈസ പോലും ഇല്ലല്ലോ. അയ്യോ, കാശില്ലേ? ഇല്ല. ഒരു മിനിറ്റ്, ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ. വേണ്ട, എനിക്ക് പേടിയാ. കുഴപ്പമില്ല, ഞാനല്ലേ ചോദിക്കുന്നത്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് 2-3 ചേട്ടന്മാരോട് ഫോൺ ചോദിച്ചു. എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ഒഴിവായി. ഞാൻ അവളോട് ചോദിച്ചു, റെയിൽവേ പോലീസിനെ അറിയിച്ചാലോ? എന്നാ വാ, നമുക്ക് പറയാം. ഞാനല്ല, നീ ഒറ്റക്ക്. ഞാൻ ഒറ്റക്കോ? താൻ എൻ്റെ കൂടെ വാ പ്ലീസ്. അയ്യോ, ഞാനില്ല, എനിക്ക് എപ്പിഡപ്പിയാ പോലീസിനെ കാണുമ്പോഴേ. എന്തിടപ്പി? എപ്പിഡപ്പി. കുറെ സിനിമ ഡയലോഗ് കാണാപ്പണം പഠിച്ചുകൊണ്ട് വന്നിരിക്കുക ചെക്കൻ. ഞാനൊരു വളിച്ചില്ലി അങ്ങ് പാസ്സായി കൊടുത്തു. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ഈ സിനിമാക്കാരൻ്റെ ഡയലോഗ് അടിച്ചു മാറ്റിയതിന്? അയ്യോ, എൻ്റെ അച്ഛനും അമ്മയും പ്ലീസ്. എന്നോ വാ, എൻ്റെ ഫോണിൽ കാശിട്ടിൽ നിന്ന് വിളിക്കാം. തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാ എളുപ്പം വാ. എന്നെ വലിച്ചുകൊണ്ട് അവൾ ഒറ്റ നടത്തും. മൊബൈലിൽ പൈസ കയറ്റി. അവൾ എൻ്റെ മൊബൈലിൽ നിന്ന് അമ്മയെ വിളിച്ചു. അവൾ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. എന്നിട്ട് എൻ്റെ നേരെ മൊബൈൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു, പപ്പയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ഞാൻ മൊബൈൽ വാങ്ങി. ഹലോ അങ്കിൾ. ഹലോ അങ്കിൾ, ഇനി അടുത്ത ട്രെയിൻ ജനശതാബ്ദിയാ. അത് കഴിഞ്ഞൊരു പാസഞ്ചർ ട്രെയിനേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം. അയ്യോ, എയർനാടല്ലേ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ട, ആലപ്പുഴയിൽ ഇറങ്ങിയാൽ മതി. എന്നാൽ ശരി മോനെ, അവിടെ ഇറങ്ങാം. എന്നാൽ ശരി, ഞാൻ അവിടെ കൈ കൊടുക്കാം. പിന്നെ അവരെന്തൊക്കെയോ കാര്യം പറഞ്ഞു. കഴിഞ്ഞോ കാര്യം പറച്ചില്? എന്നിട്ട് അമ്മ വഴക്ക് പറഞ്ഞോ? ഏയ് ഇല്ല, അമ്മ കരയായിരുന്നു. പാവ അമ്മ, മോളെ കാണാതെയുള്ള വിഷമ. ഈ സാധനം ഒരു വിഷമങ്ങളാ ചിരിച്ചളിച്ച് നടക്കുക. നീ പോടാ, എനിക്ക് നല്ല വിഷമമുണ്ട്. അയ്യ പെണ്ണ്, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. ദൈവത്തെ ഓർത്ത് കരയല്ലേ. തനിക്ക് വല്ലതും കഴിക്കാൻ വേണോ? വേണ്ട. അതെന്താണോ നിനക്ക് വേണ്ടാത്തത്? വേണ്ട, അത് തന്നെ. എന്നാൽ എൻ്റെ കൂടെ വാ പെണ്ണേ. ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി. അവളോടൊന്നും ചോദിക്കാതെ ഒരു ചായ 2 ഉഴുന്നോടെയും പറഞ്ഞു. അവളപ്പോൾ ഒരു ഒഴിഞ്ഞ കസേര നോക്കിയിരിപ്പായിരുന്നു. എന്താണോ, തനിക്കവിടെ ഇരിക്കണോ? അവൾ പെട്ടെന്ന് ഞെട്ടിയുണെന്ന പോലെ. എന്താ? ഏയ് ഒന്നുമില്ല. അപ്പോഴേക്കും ചായയും വട എത്തി. ഞാൻ ചായയും വട അവളുടെ അടുത്തേക്ക് നീക്കി വെച്ച്. എടുത്ത് കഴിക്കു വച്ചേ. അപ്പൊ തനിക്ക് ചായ വേണ്ടേ? ചായ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ഞാൻ വിചാരിച്ചു ഇത് തനിക്ക് വേണ്ടി പറഞ്ഞാണെന്ന്. ആഹാ, കൊള്ളാലോ താൻ. ഓളെ എളുപ്പം കഴിച്ചേ. എന്നാലും നീ എന്തൊരു പൊട്ടിയാ. എന്തുവാ? അല്ല, തനിക്കെന്നാ വേറെ പോകി കയറിക്കൂടായിരുന്നോ? പിന്നെ പെട്ടെന്ന് അങ്ങ് ഓർക്കുമല്ലേ. അത് ശരിയാ. പറഞ്ഞോളൂ, തൻ്റെ വീട് എവിടെയാ? തൃശ്ശൂര്. ആ, ഇപ്പൊ കുടുംബസമേതം എങ്ങോട്ട് പോവാ? എൻ്റെ ചേച്ചിയുടെ കല്യാണം അടുത്ത മാസം 24. അതിന് അമ്മാനെ വിളിക്കാൻ പോവാ. എവിടാ അമ്മാൻ്റെ വീട്? കൊല്ലം, കുണ്ടറ. ആ, കൊല്ലത്തേക്കാണല്ലേ? അപ്പൊ താനും അങ്ങോട്ടാണോ? ഏയ്, ഞാൻ കരുനാഗപ്പള്ളി വരെ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ചായയുടെ കാശ് കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ടിക്കറ്റ് എടുക്കാം.
ഞാനും വരാം. ആ എന്നാ മോള് പോയി ആ വരിയിലെന്നോ? അവളെന്നെ ദയനീയമായൊരു നോട്ടം നോക്കി. ഞാനിവിടെ ആദ്യമായിട്ടല്ലേ. അയ്യടാ പാവം, എന്നാ വാ. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു. ഇത് തൻ്റെ ആരുടെയെങ്കിലും നമ്പരാണോ? ഫോണിൽ നോക്കിയിട്ട് എൻ്റെ അമ്മയുടെ നമ്പരാണോ? അയ്യോ ആണോന്ന്, കഷ്ടായി പോയാലോ. ആണ്, താടെ ഫോൺ. ഞാൻ ഫോൺ അവിടെ നേരെ നീട്ടി. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം. അവൾ ഫോൺ വാങ്ങിച്ചു. ഞാൻ നേരെ ടിക്കറ്റ് എടുക്കാനും പോയി. ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നപ്പോഴും അവരുടെ കാര്യം പറച്ചിൽ തീർന്നില്ല. ഞാൻ അവളോട് പറഞ്ഞു, വാ നടന്നുകൊണ്ട് കാര്യം പറയാം. അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് അവൾ എൻ്റെ നേരെ ഫോൺ നീട്ടി. ഇതാ ഫോണ്. കഴിഞ്ഞോ തന്നെ ഫോൺ വിളി? കഴിഞ്ഞു. എന്തേ? ഒന്നുമില്ല, അവരുടെ എത്തി. ചേർത്തൽ കഴിഞ്ഞു. ആലപ്പുഴ എത്തുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞ അമ്മ. ഇന്നാ തൻ്റെ ഫോൺ വാങ്ങിക്കുക. കയ്യിൽ വെച്ചോ, ഇനി തന്നെ അമ്മ വിളിച്ചാലോ? പിന്നെ ഫോൺ കൊണ്ട് കളയല്ലേ, സ്വന്തം ജീവിതമാണോ ഫോൺ? അയ്യോ ഇല്ല. അല്ലടോ, കല്യാണം വിളിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പോയാൽ മതിയായിരുന്നല്ലോ. അതോ പപ്പ പറഞ്ഞതാ. എന്ത്? അതോ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അങ്കിള് പറയും ഒരു ദിവസം താമസിച്ചിട്ട് പോവാന്ന്. അതുകൊണ്ടാണ് വൈകി ഇറങ്ങി. നിന്റെ ഫാദർ ആള് കൊള്ളാലോടി. പോടാ. ആ പപ്പ എന്നെ വഴക്ക് പറയും, എനിക്ക് പേടിയാടാ. അയ്യേ താനെന്തിനാ പേടിക്കുന്നത്? LDF വന്നില്ലേ വേണ്ടേ, അപ്പം എല്ലാം ശരിയാവും. വേണേ നിന്റെ ഫാദറിനെ ശരിയാക്കും. ഓ താൻ കോൺഗ്രസ് ആണല്ലേ? അല്ലേ, ഞാനൊരു മനുഷ്യനാ. അപ്പൊ താൻ സഖാത്തിയാണല്ലേ? അതെ. തോന്നി ആ പുച്ഛം കണ്ടപ്പോ. പോടാ. അപ്പോഴേക്കും ട്രെയിൻ അനൗൺസ്മെന്റ് കേൾക്കാൻ തുടങ്ങി. തന്നെ അമ്മയെ വിളിച്ചേ, എന്നിട്ട് എവിടെ എത്തിയെന്ന് ചോദിക്കേ. അപ്പോഴേക്കും ട്രെയിൻ എത്തി. ഞാൻ അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുമ്പിലേക്ക് നടന്നു. അവൾ ട്രെയിൻ വന്ന കാര്യം അമ്മയോട് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നടന്നു. ഞങ്ങളൊരു ബോഗിൽ കയറി. അബദ്ധവശാൽ TTR വന്നാൽ പണിയിട്ടാതിരിക്കാൻ പോക്കറ്റിൽ എല്ലാവരും കാണുന്ന വിധം ടിക്കറ്റ് വെച്ചു. ആഹാ, താൻ ആളുകളാലോ. മോളെ ഇത് ജനശതാബ്ദിയാ. വേറെ ട്രെയിൻ വല്ലതായിരുന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ട, ചുമ്മാ കയറിയിരുന്ന് പോയാൽ മതിയായിരുന്നു. ആ ട്രെയിൻ ആലപ്പുഴ എത്തുന്നവരെ ഞങ്ങൾ പരസ്പരം കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ പരസ്പരം വലിയ ആളുകളാണെന്ന് ധരിപ്പിക്കാനുള്ള ഒരു തരം മത്സരമായിരുന്നു. തൻ്റെ അമ്മ ഇപ്പോൾ കാണുമല്ലോ. ആലപ്പുഴ എത്തിയോ? എത്തി. ഇനിയപ്പോൾ യാത്ര വിളിച്ചില്ല. അപ്പം താൻ ഇതിൽ തന്നെ പോവാണോ? അല്ല, ഇനി ബസ്സിൽ പോവാ. എന്നെ വീട്ടുകാരെ കണ്ടിട്ട് പോവാം. അത് വേണോ? വേണം. ആ ശരി എന്നാ. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി. ഇതിനിടയിൽ അവളുടെ അമ്മ 2-3 പ്രാവശ്യം വിളിച്ചു. അവൾ പറഞ്ഞനുസരിച്ച് മുന്നിലേക്ക് നടന്നു വന്നു. ദേ അമ്മയും ചേച്ചിയും. അപ്പം അച്ഛനെന്തേ? ആ അമ്മയുടെ കുഞ്ഞിനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഡോ തൻ്റെ അമ്മ കരയാണല്ലോ. അവളത് കേട്ടതും കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം അമ്മയുടെ അടുത്തേക്ക്. പിന്നെ കാണുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പാവം കുഞ്ഞിനെയാണ്. എന്തായാലും അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതേസമയം അവളുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് എന്തോ ചോദിക്കുന്ന ഒരു ചേച്ചിയെ. അവൾ എന്നെ നോക്കിക്കൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി എന്തുവാ ചോദിച്ചെന്ന് ഞാനങ്ങ് ഊഹിച്ചു. ഞാൻ അവിടെ അടുത്തേക്ക് ചെന്നു. അവൾ അമ്മയെ നോക്കിക്കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി. അമ്മ ഇവനവൻ. ഞാൻ അവളെ നോക്കി. എന്തുവാ ഇവൾ ഉദ്ദേശിക്കുന്ന ഭാവത്തിൽ. ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടു. അമ്മേ നമസ്തേ. ഓൻ്റെ പേരെന്താ? അപ്പോഴേക്ക് അവൾ അവളുടെ അച്ഛനെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഓടി. ഞാൻ അപ്പോഴേക്ക് അമ്മയും ചേച്ചിയും പരിചയപ്പെട്ടു. അവളുടെ അച്ഛൻ എൻ്റെ നേരെ നടന്നു വന്നു. മോനെ, ഞാൻ അടുത്ത ട്രെയിൻ എപ്പോഴാന്ന് അന്വേഷിക്കാൻ പോയതാ. ഇനി ട്രെയിൻ എപ്പോഴാ? ഇനി ഇപ്പോഴൊന്നുമില്ല. ശരി എന്നാ ഞാൻ പോവാ. മോൻ്റെ വീട് എവിടെയാ? കൊല്ലം. ഞങ്ങളും അങ്ങോട്ടേക്കാ. അറിയാം, ഞാൻ ബസ്സിന് പോവാം. നിങ്ങളെല്ലാവരും എങ്ങനെയാ? പപ്പ ട്രെയിനിന് ഇപ്പം ഇല്ലല്ലോ, നമുക്ക് ബസ്സിൽ പോവാം. ഞങ്ങൾ 5 പേരും ബസ്സിൽ കയറി KSRTC സ്റ്റാൻഡിൽ പോയി. പോകുന്ന വഴിയിൽ ആ 20 മിനിറ്റ് ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. അവളുടെ അച്ഛൻ ഒടുക്കത്തെ സഖാവാണെന്ന് ആ 20 മിനിറ്റിൽ എനിക്ക് തെളിയിച്ചു തന്നു. ഭാഗ്യത്തിന് അത് ആരെയും കുറ്റം പറയാൻ നിന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം പുറത്തിയാടിയില്ല. അല്ലായിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞ 2 കുത്തും 4 വെട്ടും നടന്നേനെ. ആലപ്പുഴ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴാണൊന്ന് സമാധാനമായത്. KSRTC ബസ്സിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. ഞാനൊരു ബസ്സിൻ്റെ ജനലിലൂടെ ബാഗ് വെച്ച് എൻ്റെ സീറ്റ് ഉറപ്പിച്ചു. അപ്പോഴേക്കും ഞാൻ ആളുകളുടെ ഇടയിലൂടെ നുഴഞ്ഞേറി സീറ്റിലിരുന്നു. അതേസമയം പുറമേ നിന്നൊരു വിളി, മോനെ ഒരു സീറ്റ് പിടിക്കണേ. ഞാൻ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ആളില്ലാത്തതുകൊണ്ട് അവിടെ എൻ്റെ ബാഗ് വെച്ചു. അപ്പോഴേക്കും അവിടെ പപ്പ അവിടെ വന്നിരുന്നു. അവരുടെ കുടുംബത്തിലെ 4 പേരും 4 ഇടത്ത്. അമ്മയ്ക്ക് മാത്രം ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ഇത് കണ്ട് അവിടെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. പിന്നീട് ഞാൻ അവിടെ അമ്മയും തമ്മിൽ കാര്യം പറച്ചിലായിരുന്നു. ഹരിപ്പാടായപ്പോഴേക്കും ബസ് ഏകദേശം കാലിയായി. അപ്പോഴേക്കും അവളും അച്ഛനും ചേച്ചി ഒരേ നിരയിൽ വന്നിരുന്നു. അവൾ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വള്ളി തെറ്റാതെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ യാത്ര ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. അല്ലെങ്കിലും ഗേൾസിൻ്റെ കൂട്ട് കഥ പറയാൻ ബോയ്സിന് പറ്റില്ലല്ലോ. അമ്മേ ഇവനെന്നെ ചീത്ത വിളിച്ചാൽ പരിചയപ്പെട്ട്. അമ്മ എന്നെ നോക്കി. അയ്യോ അങ്ങനെയല്ല, ഒരബദ്ധം പറ്റിയതാ. ഞാൻ അവളും ചേർന്ന് കാര്യമെല്ലാം വിവരിച്ചു കൊടുത്തു.
ഇത് പറഞ്ഞപ്പോഴാണ് മാഗസിൻ ചായക്കടയിൽ മറന്നു വെച്ച കാര്യം അവൾ ഓർത്ത് പറഞ്ഞത്. നന്നായി, ഇനി ചെയ്യാനുള്ളത് കടക്കാനും ചെയ്തോളൂ. അമ്മേ, ട്രെയിനിൽ വെച്ച് TTR കണ്ടപ്പോൾ ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ആഹാ, നിങ്ങൾ TTR പിടിച്ചോ? എന്നെ പിടിച്ചു, ഇവളെ പിടിച്ചില്ല. TTR കണ്ടപ്പോൾ തന്നെ ഇവൻ എന്നോട് പറഞ്ഞ് ബാത്റൂമിൽ കയറാൻ, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങണമെന്നു. ആഹാ, അപ്പോഴേക്കും TTR പോയോ? ഏയ് ഇല്ല, ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു TTR പോയില്ലെങ്കിൽ അയാളെ നോക്കാൻ നേരെ നടക്കണമെന്ന്. അബദ്ധവശാൽ ടിക്കറ്റ് ചോദിച്ചാൽ പുറകിൽ പപ്പയുടെ കയ്യിലാണ് ടിക്കറ്റ് എന്ന് പറയണമെന്ന്. ദൈവഭാഗ്യമുണ്ടാ അയാൾ ടിക്കറ്റ് ചോദിക്കാഞ്ഞത്. അമ്മേ, അതല്ല തമാശ. ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവനെ TTR പിടിച്ച്. കാശ് വല്ലതും പോയോ മോനെ? ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവൾ കയറി പറഞ്ഞു. ഇല്ലമ്മ, എന്തൊക്കെ കള്ളാണ് ഇവൻ പറഞ്ഞെന്നറിയോ? ചുമ്മാതാമ്മേ, ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ, ട്രെയിൻ മാറിക്കയറിയതാണെന്ന്. ധൃതിയിൽ കയറിയതുകൊണ്ട് ട്രെയിൻ മാറിയത് അറിഞ്ഞില്ലെന്നും പറഞ്ഞു. പിന്നെ TTR പാവായതുകൊണ്ട് കാശൊന്നും വാങ്ങിച്ചില്ല. അപ്പോഴേക്കും ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തിയിരുന്നു. ആ, ഇനി താൻ ഒറ്റയ്ക്കാ പറഞ്ഞു, ഞാനിപ്പോൾ ഇറങ്ങും. അയ്യോ, സ്ഥലത്തിയോ? ഇപ്പം എത്തും. ചുമ്മാ. താങ്ക്സ്. അവളൊന്ന് ചിരിച്ചു. ഞാൻ അവളെ നോക്കിക്കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു. അതെ, ഇനിങ്ങനെ മണ്ടത്തിലൊന്നും കാണിക്കില്ല കേട്ടോ. ഒരബദ്ധം പറ്റിയെന്ന് വെച്ചാൽ എപ്പോഴും അബദ്ധം പറ്റണമെന്നില്ലല്ലോ മോനെ. അത് ശരി, ഞാൻ ഇറങ്ങുക. അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ ബസ്സിൽ നിന്നിറങ്ങി. ആ ബസ് അകലങ്ങളിലേക്ക് കുതിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും ഇത്രയും പരിചയമായിട്ടും പരസ്പരം പേര് പോലും ചോദിച്ചിട്ടില്ല എന്നുള്ള സത്യം. ഇടയ്ക്കെപ്പോഴും അവളുടെ അമ്മ ചിഞ്ചു എന്ന് വിളിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ചിഞ്ചു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാവാം. ഇത്ര നേരം കൂടെ ഉണ്ടായിട്ട് അവളുടെ പേര് പോലും ചോദിക്കാതെ എന്നോട് എനിക്ക് തന്നെ പുച്ഛം തോന്നി. ലോകത്തിലെ സകലമാന വിവരങ്ങൾ പറഞ്ഞപ്പോഴും എന്തിനു വേറെ പറയണം, അവളുടെ കോളേജ്, കൂട്ടുകാരി, എനിക്ക് സ്ഥലമൊന്നും അറിഞ്ഞു തുടങ്ങി പോലും അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വരെ ഞാൻ ചോദിച്ചു. എന്നിട്ടും പേര് ചോദിക്കാൻ മറന്നുപോയല്ലോ ദൈവമേ. ഇനി ഒരിക്കലും കാണില്ലെന്നറിയാം, എന്നാൽ അവൾ ഒന്നുകൂടി കാണണമെന്നൊരാഗ്രഹം. വേറൊന്നിനുമല്ല, ഇത്ര നേരം നല്ല സുഹൃത്തുക്കളായിരുന്നിട്ട് സുഹൃത്തിന്റെ പേര് അറിഞ്ഞൂടാ എന്ന് പറയുന്നത് ഒരുതരം നാണക്കേടാന്നേ. അങ്ങനെ ബസ്സിൽ നിന്ന് നിർത്താതെ കൈവീശി യാത്ര പറയുന്ന ആ കൈയും പതിയെ പതിയെ എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു. കൂടെ അവളുടെ പേരറിയണമെന്ന ആഗ്രഹവും. ചില യാത്രകൾ അങ്ങനെയാണ്, ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും. ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ മാറ്റിവെച്ചത് കുറച്ച് ഓർമ്മകൾ മാത്രം. ഇനി ഒരിക്കലും കാണില്ലെന്ന് ഉറപ്പുള്ള, പേര് പോലും അറിയാത്ത ഒരു സുഹൃത്തിൻ്റെ ഓർമ്മ മാത്രം. വെറും ഓർമ്മ മാത്രം.